ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5-ലെ മാത്സ് കേട്ടോ. അതിൽ 5th ചാപ്റ്ററായ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മനസ്സിലാക്കിയാൽ മതി, ബാക്കി എല്ലാം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. പാർട്ട് നമ്പറാണ് അല്ലേ. പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പറിൻ്റെ ഒരു ഭാഗം അല്ലേ, പാർട്ട് ചെയ്യുക അല്ലേ. ഇവിടെ ഹാഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാഫ് എന്ന് പറഞ്ഞാൽ അര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹാഫ് മീൻസ് എന്താന്ന് നോക്കുക അല്ലേ. അപ്പോൾ നമ്മളൊരു ദോശ എടുക്കുകയാണെങ്കിൽ ആ ദോശൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് എന്താണ്? പകുതി തന്നെ അല്ലേ. ആ പകുതിക്കാണ് ഇത് ഹാഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇതിനെ നോക്കൂ, ഇവിടെ ബ്ലൂ ഉണ്ട്, ഒരു റെഡും ഉണ്ട് അല്ലേ. ഈ ബ്ലൂവും റെഡും നമുക്ക് എന്താക്കാം? ഈ ബ്ലൂ എന്താണ്? ഈ മൊത്തത്തിൻ്റെ ഹാഫാണ് അല്ലേ. അതുപോലെ റെഡ് എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിൻ്റെ ഹാഫാണ് അല്ലേ. അതേപോലെ ഈ ലൈന് നോക്കിയേ, ഫുൾ ലൈനാണ് അല്ലേ. അതിൻ്റെ ഒരു ഹാഫാണ് എന്ത്? ബ്ലൂവും. അതുപോലെ അതിൻ്റെ വേറൊരു ഹാഫാണ് എന്ത്? ഈ റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ അറിയോ? 1/2 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എങ്ങനെ? 1/2 എന്ന് പറഞ്ഞിട്ട് 1/2 അല്ലേ. മൊത്തം എന്താണ്? എത്ര എഴുതി നോക്കുക? 1 2 അല്ലേ. 2 കളറില്ലേ. അപ്പോൾ ആ ടോട്ടൽ അടിയിൽ എഴുതുക. ബൈ ഈ ബ്ലൂവിൻ്റെ മാത്രമാണെങ്കിൽ 1 ഇത് അല്ലേ. 1 നല്ല എടുക്കുന്നത് 1/2. ഓക്കെ, ഇനി റെഡിന് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? റെഡ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1 എത്ര ഉണ്ട് ഇവിടെ? 2 അല്ലേ. അപ്പോൾ 1/2 നോക്കി എഴുതാം കേട്ടോ. ദെൻ അടുത്തത് നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണ്? ഇനി ഇവിടെ നോക്കിയ ഒരു സർക്കിളാണ് അല്ലേ. ഈ സർക്കിളിൻ്റെ നോക്കിയത് ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താ? ഹാഫാണോ? ഇത് കറക്റ്റ് അല്ല അല്ലേ. കറക്റ്റ് ഇത് ഇതേ ലെവൽ തന്നെയാണ്. ഇത് അല്ല അല്ലേ. ഇത് വലിപ്പം കുറച്ച് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും സെയിം അളവാവണം, എന്നാലേ നമുക്ക് എന്താ പറ്റുള്ളൂ? ഹാഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഹാഫ് അല്ല കേട്ടോ. ഇനി ഇവിടെ പറയുന്നത് നോക്കിയാൽ ഈ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് ഹാഫ് അല്ലേ. ഇതൊരു എന്താണ്? സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയറിനെ ഹാഫ് ആക്കി വെച്ച് അല്ലേ. ഇവിടെ എന്താണ്? ഇങ്ങനെ നമുക്ക് ഹാഫ് ആക്കാം അല്ലേ. സ്ക്വയർ എന്താണ്? സ്ക്വയറോ റെക്ടാങ്കിളൊക്കെ എടുക്കാം. സ്ക്വയറിന് എടുക്കാം അല്ലേ. അത് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എന്താണ്? ഈ സ്ക്വയറിനെ ഡിഫറെൻറ്റ് മെത്തേഡായിട്ട് ഹാഫ് ആക്കി വെച്ചാൽ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും ഈ ഹാഫിനെ, ഈ സ്ക്വയറിനെ ഹാഫ് ആക്കിയിട്ട് നോക്കൂ. ഇതെന്താണ്? ഒരു സ്ക്വയർ ഇല്ലേ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് ആക്കിയപ്പോൾ ഇവിടെ കിട്ടി, ഇങ്ങനെ സൈഡിലോട്ട് ആക്കിയപ്പോൾ കിട്ടിയില്ലേ. ഇനി വേറെ രീതിയിൽ നമുക്ക് എന്താക്കാം? ഇങ്ങനെ ചെരിച്ചിട്ട് വരച്ചാൽ ഇത് ഹാഫ് അല്ലേ. ഇത് ഹാഫാണ്, ഇതൊരു ഹാഫാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഈ മെത്തേഡിൽ ചെയ്യുക. ഇനി അടുത്ത ഇതെന്താണ് ചെയ്യാൻ പറ്റുക? ഈ സ്ക്വയർ വരച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക അല്ലേ. ഇനി എന്താക്കുക? തിരിച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇതൊരു ഹാഫ് അല്ലേ. ഇതൊരു ഹാഫാണ്, ഇതൊരു ഹാഫാണ് അല്ലേ. കറക്റ്റ് ആയിരിക്കണേ. അപ്പോൾ ഇത് ഹാഫാണ്, ഇത് ഹാഫ് അല്ലേ. അപ്പോൾ ഏതൊക്കെ മെത്തേഡിൽ വരയ്ക്കാമെന്ന് ചോദിച്ചിരിക്കില്ലേ. ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? നോക്കുക കേട്ടോ. കഴിയില്ല. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കുക. ഇനി നമുക്കിവിടെ പറയുന്നത് എന്താ? ഹാഫിനെ വീണ്ടും ഹാഫാക്കി അല്ലേ. ഇതൊരു ഹാഫാണെങ്കിൽ അതിനെ വീണ്ടും ഹാഫാക്കി അല്ലേ. അപ്പോൾ ഇതിൽ ഈ പാർട്ടിന് എന്ത് പറയും? അല്ലെങ്കിൽ ഇതിനെന്ത് പറയും? ഇതിനെന്ത് പറയും? ഇതിനെന്ത് പറയും? അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തിന് ഈ കഷ്ണം മൊത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? എങ്ങനെ പറയുക? നോക്കൂ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ. അപ്പോൾ 4 എന്താക്കാം? നമുക്ക് താഴെ എഴുതാം. അപ്പോൾ ഒരു വര വരയ്ക്കുക നമ്മൾ. ഇനി എന്താ? ടോട്ടൽ എത്ര ഉണ്ട് എണ്ണി നോക്കുക. അപ്പോൾ എത്ര? 4 അല്ലേ. 4 എഴുതുക. ഇനി ഈ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/4 എന്ന് എഴുതുക. ഓക്കെ, ഇതെന്താണ്? ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ് അല്ലേ. അപ്പം 1/4 അല്ലേ. ക്വാർട്ടർ എന്ന് പറയും കേട്ടോ. അപ്പം ഇതിനെ 1/4 ഒരു എന്താണ്? ഹാഫിനെ വീണ്ടും ഹാഫ് ആക്കിയപ്പോൾ എന്താണ്? ഓരോ കഷ്ണങ്ങളും ഓരോ പാർട്സ് എന്താക്കി? 1/4 ആയിട്ട് കിട്ടി നമുക്ക് അല്ലേ. ഓക്കെ, ദെൻ അതാണ് ഇവിടെ പറയുന്നത് കണ്ടോ. 1/4 1/4 1/4 1/4 അല്ലേ. ഓരോന്നും ഓരോ ഭാഗങ്ങൾ എന്താണ്? 4-ൽ ഒരു ഭാഗമാണ് അല്ലേ. 4-ൽ 1 അല്ലേ. 1/4 ആണ്, ക്വാർട്ടറാണ് അല്ലേ. ഇനി നമുക്ക് ഈ 2 കൂടി ഒരുമിച്ചെടുക്കുക കേട്ടോ. ഇനി 2 കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇത് എത്ര കഷ്ണം? 2 കഷ്ണം അല്ലേ. അപ്പോൾ എന്താണ്? 2/4 എന്ന് എഴുതുക. ഇതിനെ 2/4 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 തന്നെ അല്ലേ. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 1/2 തന്നെ അല്ലേ. ദെൻ പിന്നെന്താ? 2/4 = 1/2. എങ്ങനെ നമുക്ക് 2/4 = 1/2? ഇത് 2-ലും പോകുന്നതായിരിക്കണം. അതായത് 2-നെ പകുതിയാക്കാൻ പറ്റുമോ? 4-നെയും പകുതിയാക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ 2-നെ പകുതിയാക്കാൻ പറ്റുമോ? എത്രയാ? 1 അല്ലേ. അതാണ് ഈ 1. ഇനി 4-നെ പകുതിയാക്കാൻ പറ്റുമോ? പറ്റും. 2 കണ്ടോ. അതാണ് 1/2. 2-നെയും പകുതിയാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 3/4 ആണെങ്കിൽ 3 എന്താണ്? പകുതിയാക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. 2-നും മുകളിലത്തെയും താഴത്തെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് എന്താക്കണം? സെയിം ആയിട്ട് പകുതിയാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് ചെറുതാക്കാൻ പറ്റൂ. പകുതിയാക്കണമെന്നില്ല, ഡിവൈഡ് ചെയ്ത് സെയിം ഏതെങ്കിലും നമ്പറിനെ സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും. നിങ്ങൾ വഴിയെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്
2/4 1/2 കിട്ടിയ മനസ്സിലായല്ലോ. രണ്ടിനും ന്യൂമറേറ്ററിനെ മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്ന് പറയും, താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. അപ്പോൾ മുകളിലത്തെ ഇതിനെ ന്യൂമറേറ്ററിനെ പകുതിയാക്കാൻ കഴിയുമെങ്കിൽ ഡിനോമിനേറ്ററിനെ പകുതിയാക്കണം അല്ലേ. അപ്പോൾ 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2 അല്ലേ. അതാണ് 1/2 എന്ന് കിട്ടിയത് കേട്ടോ. ഇനി നോക്കിയാൽ ഇവിടെ 1 മീറ്റർ ആയിട്ടുള്ള ഒരു റിബൺ ആണ് വിചാരിക്കുക. ഇതൊരു ലോങ് റിബൺ ആണ്. ആ 1 മീറ്ററിന് നമ്മൾ എന്താക്കി 4 സെയിം അളവായിരിക്കണം കേട്ടോ. സെയിം അളവായിട്ടുള്ള 4 കഷ്ണങ്ങളാക്കി മാറ്റി അല്ലേ. 4 കഷ്ണങ്ങളാക്കി മാറ്റി. അപ്പോൾ ഓരോന്ന് 1/4 ആണ് അല്ലേ. ഇത് മൊത്തം ഇത് എത്രയാണ്, ഈ മൊത്തത്തിൻ്റെ എത്രയാണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഇത് മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്, മൊത്തം എത്ര കഷ്ണങ്ങളാക്കി 1 2 3 4 അല്ലേ. അപ്പോൾ 4 അടിയിൽ വരേണ്ടത് കേട്ടോ. ബൈൻ്റെ അടിയിൽ വരേണ്ടത് എന്താണ്, 4 അല്ലേ. മുകളിൽ വരുന്നത് എത്ര ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആ ഭാഗമാണ് മുകളിൽ വരിക. അപ്പോൾ ഇത് 1 ആണ് അല്ലേ. അപ്പോൾ 1/4, ഇതും 1/4, ഇതും 1/4, ഇതും 1/4. ഓക്കെ. ഇനി നമ്മൾ എന്താണ് ഇവിടെ ഈ ഇതിനെ സെയിം തന്നെ അല്ലേ. ഈ 1 മീറ്റർ ലോങ് റിബണിനെ എന്താക്കി നമ്മൾ 4 പാർട്സ് ആക്കി അതിലെ 2 ഭാഗം എടുത്തു. അപ്പോൾ 2 ഭാഗം എടുത്തെങ്കിൽ നമ്മൾ ടോട്ടൽ ആദ്യം അടിയിൽ എഴുതണം അല്ലേ. എത്ര കഷ്ണങ്ങളാണിത്, 1 2 3 4 എന്നാണ് അല്ലേ. അപ്പോൾ ബൈൻ്റെ അടിയിൽ എന്താണ് 4 എന്ന് എഴുതുക. ഓക്കെ, 4 എന്ന് എഴുതുക. ദെൻ എത്ര കഷ്ണങ്ങൾ നമ്മൾ എടുത്തു, ഈ 2 കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ആണ് അല്ലേ. അപ്പോൾ 2/4 എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണിത് 2/4 മീറ്ററിന് നമുക്ക് എഴുതാം അല്ലേ. 2/4 മീറ്ററിന് നമ്മൾ എന്താണ് നമ്മൾ ചെറുതാക്കുക അല്ലേ. അപ്പോൾ 2നെയും പകുതിയാക്കുക, 4നെയും പകുതിയാക്കുക. അപ്പോൾ 1/2 അല്ലേ. 2/4 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. ഓക്കെ, ദെൻ ഇതാണ് 1/2, ഇതും 1/2 ആണ് അല്ലേ. ദെൻ ഇനി ഇവിടെ നോക്കൂ. ഇവിടെ ഈ സർക്കിളിലെ നമ്മൾ എത്ര പാർട്സ് ആക്കി നോക്കിയേ, 1 2 3 4 5 6 അല്ലേ. ഇവിടെ ഞാൻ ഇതിനെ ഒരു ഭാഗം എടുത്തിട്ട് എന്താക്കുകയാണ്, ഷെയ്ഡ് ചെയ്യാണ് കേട്ടോ. ഇതിനെ ഞാൻ എന്താണ് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഈ പാർട്സിനെ ഞാൻ എടുത്ത് ഷെയ്ഡാക്കി. അപ്പോൾ ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് മൊത്തം എത്ര പാർട്ട് ഉണ്ട്, ആദ്യം ഒരു വര വരയ്ക്കുക. ബൈ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ന്യൂമിനേറ്ററും ഡിനോമിനേറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തം ടോട്ടൽ എത്ര ഉണ്ട്, 1 2 3 4 5 6 അല്ലേ. ആ 6 എന്താക്കുക അടിയിൽ എഴുതുക. ഓക്കെ, പിന്നെ എത്ര ഭാഗമാണ് നമ്മൾ പാർട്ടാക്കിയത്, 1 ഇതാണ് വേണ്ടത് നമുക്ക് അല്ലേ. അപ്പോൾ 1/6 മനസ്സിലായോ. ഇനി ഞാൻ എന്താക്കുകയാണ്, ഈ സർക്കിളിന് ഞാൻ 2 ഭാഗം എടുക്കുകയാണ്. അത് ഒരു ഭാഗം എടുത്തതിന് എന്താണ് 1/6 എഴുതി. ഇനി ഞാൻ എന്താക്കുകയാണ്, വേറൊരു കളറിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ബ്ലൂ കളർ എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ യെല്ലോ കളർ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, ഈ സർക്കിളിനെ 2 ഭാഗം എടുത്ത് ഞാൻ ചെയ്തു. ഇത് ഷെയ്ഡ് ചെയ്തു, ഇതും ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇതും ഷെയ്ഡ് ചെയ്തു. അപ്പോൾ 2 ഭാഗമായിട്ട് എന്താക്കുക ഷെയ്ഡ് ചെയ്ത് അല്ലേ. അപ്പോൾ 2 ഷെയ്ഡ് ചെയ്തപ്പം നോക്കൂ, ഈ 2 ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ സർക്കിളിൻ്റെ മൊത്തം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ടോട്ടൽ എത്ര ഉണ്ട് 6 അല്ലേ. ആ 6 നമുക്ക് താഴെ എഴുതുക. ഇനി എത്ര ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, 1 2 അല്ലേ. ഈക്വൽ പാർട്ട് ആക്കണേ. അപ്പോൾ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 2/6 എഴുതാം അതിന് കേട്ടോ. 2/6 എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് 2/6 എഴുതുക. ഈ 2/6 നമുക്ക് ചെറുതാക്കാം. 2/4 നമ്മൾ ചെറുതാക്കിയില്ലായിരുന്നു, അതേപോലെ തന്നെ ഈ 2/6 ചെറുതാക്കാം കേട്ടോ. പകുതിയാക്കാൻ പറ്റില്ല. 2നും 6നും പകുതിയാക്കാൻ പറ്റില്ലേ, ആക്കാൻ പറ്റൂല. അപ്പോൾ 2നെ പകുതിയാക്കിയാൽ എന്താണ് 1 ആണ് അല്ലേ. 6നെ പകുതിയാക്കിയാൽ എന്താ 3 അല്ലേ. അപ്പോൾ 1/3 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഷെയ്ഡ് എങ്ങനെയാണ് എന്താണ് ഷെയ്ഡ് ചെയ്ത ഭാഗം ഞങ്ങൾ പാർട്സാക്കി എഴുതുകയെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ എടുക്കുന്നത് വേറൊരു ഇതാണ് കേട്ടോ. എന്താ എടുക്കുന്നത് നോക്കിയേ. ഇനി ഞാൻ എന്താണ് ഇതിലെ 4 ഭാഗം എടുക്കുക കേട്ടോ. ഈ ഭാഗവും ഒന്ന് ഇത് 4 പാർട്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 4 പാർട്സ് നമുക്ക് എങ്ങനെ എഴുതാം കേട്ടോ. ആദ്യം എന്താണ് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ചെയ്താൽ വേണ്ടി ഒരു വര വരയ്ക്കുക. ബൈ ഉള്ളതാണ് കേട്ടോ. ഇത് മൊത്തം എത്ര ഉണ്ട്, 1 2 3 4 5 6 അല്ലേ. 6 ഈക്വൽ പാർട്സ് ആക്കിയത് അല്ലേ. അതിന് 6 അടിയിൽ കൊടുക്കുക. ഇനി എത്രയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ 1 2 3 4 അല്ലേ. 4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം 4/6 എന്ന് എഴുതാം. ഓക്കെ, 4/6 എന്ന് എഴുതാം കേട്ടോ. അതിനെ മനസ്സിലായല്ലോ അല്ലേ എങ്ങനെ എഴുതണ്ടേന്നുള്ളത്. ഇതിനെ ചെറുതാക്കുക. അങ്ങനെ 4നെയും പകുതിയാക്കുക, 6നെയും പകുതിയാക്കുക അല്ലേ. അപ്പോൾ 2/3 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഞാൻ ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 ഭാഗം എടുക്കുകയാണ് കേട്ടോ. 3 ഭാഗം എടുത്ത് ഷെയ്ഡ് ചെയ്തു. ഇതിനെയും ഷെയ്ഡ് ചെയ്തു, ഇതിനെയും ഷെയ്ഡ് ചെയ്തു, ഇതിനെയും ഷെയ്ഡ് ചെയ്തു കേട്ടോ. ഈ 3 ഭാഗം എടുത്ത് ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ എത്രയാണ് 6 ആണ് അല്ലേ. അപ്പോൾ 6 എന്നുള്ളത് എന്താക്കുക നമ്മൾ അടിയിൽ എഴുതുക അല്ലേ. ഇനി എത്ര ഭാഗം ഷെയ്ഡ് ചെയ്ത് 1 2 3 അല്ലേ. 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3/6 എന്ന് എഴുതി അല്ലേ. അപ്പോൾ 3/6നെ നമുക്ക് എങ്ങനെ എഴുതാം, 3നെ പകുതിയാക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ 3നെ പകുതിയാക്കാൻ പറ്റൂല, 6നെ പകുതിയാക്കാം. അപ്പം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ 3യും 6ഉം ഒരേ
നമ്പർ കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 3നെയും 6നെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കുക. 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അതുപോലെ 6നെയും 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ ചെയ്യുക അല്ലേ. അപ്പൊ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക നമുക്ക്? 1 അല്ലേ. 1/6നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 2. ഓക്കെ, 2 ആണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3/6 സെയിം നമ്പറിനോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് എന്താക്കാൻ പറ്റും? ചെറുതാക്കാൻ പറ്റുള്ളൂ കേട്ടോ. 2നെ നേരത്തെ കണ്ടില്ലേ, പകുതിയാക്കുക പറഞ്ഞാൽ 2നോട് ഡിവൈഡ് ചെയ്താൽ സെയിം കിട്ടും അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താ ഇവിടെ പറയുന്നത്? ഇതാണ് 3/6 1/2 അല്ലേ. ഇനി എന്താണ്? ഇതൊരു സർക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി 1 മീറ്റർ ലോങ് റിബണ്ടാണ് നോക്കിയേ. അപ്പോൾ 1 മീറ്ററിന് നമ്മൾ എന്താക്കി? 6 പാർട്സ് ആക്കി അല്ലേ. അതിൽ ഈ ഭാഗം എന്താണ്? എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 6 ആണ് അല്ലേ. ആ 6 അടിയിൽ എഴുതി. പിന്നെ ഈ ഗ്രീൻ കളറ് 1 2 3 അല്ലേ, 3 ഭാഗമായിട്ടാണ് ഇതാക്കി എന്താണ് ഈക്വൽ പാർട്സ് ആക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? 3/6. അതേപോലെ ഈ ഗ്രീൻ പാർട്ടും അങ്ങനെ തന്നെ അല്ലേ, 3/6 അല്ലേ. 3/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 അല്ലേ. ദെൻ ഇവിടെ നോക്കിയേ. ഇനി ഇവിടെ എന്തായി പറയുന്നത്? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഹാഫിനെ പല വിധത്തിലാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ചിത്രം ഉണ്ട് അല്ലേ. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ പാർട്സ് കട്ട് എന്ന് പറഞ്ഞാൽ 2 പാർട്സ് ആക്കി കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഹാഫ് എന്ന് പറയാം അല്ലേ. അപ്പോൾ 1/2 എന്ന് പറയാം. ഓക്കെ, ഇനി 4 പാർട്സ് ആണ് അല്ലേ. പാർട്ട് എത്ര ഇരിക്കുന്നത്? 2 പാർട്സ് ആക്കി കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇപ്പോൾ 2/4. ഇനി 6നെ നമുക്ക് എന്താണ്? 3 പാർട്ടാക്കി കട്ട് ചെയ്താൽ എന്താണ്? 3/6 എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ്? 3/6, അതും 1/2 ആണ് അല്ലേ. ഇനി 8 അല്ലേ പാർട്സിലേക്കാണ് എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ എന്താ നമുക്ക് എഴുതാം? 4/8 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ റിട്ടേൺ ചെയ്ത് എങ്ങനെയാ? 4/8 എന്ന് എഴുതാം കേട്ടോ. അതൊക്കെ എന്താണ്? ഹാഫ് തന്നെയാണ് അല്ലേ. ദെൻ ഇനി ഇവിടെ നോക്കിയാൽ ഒരു സർക്കിളിൽ നമ്മൾ 3 പാർട്സ് ആക്കി അല്ലേ. 3 പാർട്സ്, ഓരോ പാർട്സ് എത്രയാണ്? മൊത്തം എത്ര പാർട്സ് ഉണ്ട് ആക്കിയിട്ടുണ്ട്? 3 എണ്ണം അല്ലേ. അപ്പോൾ എന്താണ്? ഈ ഭാഗം എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 1/3, ഇതും 1/3, ഇതും 1/3 കേട്ടോ. ഇനി 2 ഭാഗം എടുക്കുകയാണ് കേട്ടോ. ഇതും കൂടി എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എത്രയാണ്? ഇത് 2 കഷ്ണമല്ലേ. അപ്പോൾ 2 മൊത്തം എത്രയാണ്? 3 അല്ലേ. അപ്പോൾ 2/3 എന്ന് എഴുതാം. അതേപോലെ തന്നെ ഈ ലോങ് റിബണിൻ്റെ കാര്യത്തിൽ കേട്ടോ. നോക്കൂ, ഇതിനെ 1 മീറ്റർ ലോങ് റിബണിനെ നമ്മൾ 3 പാർട്സായി കട്ട് ചെയ്താൽ എത്രയാണ്? ഇത് 1/3, ഇതും 1/3, ഇതും 1/3. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുക്കുകയാണ്. മൊത്തത്തിലുള്ളതിന് രണ്ടും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ എന്താണ്? ഇത് 2 ആണ് അല്ലേ. അപ്പോൾ 2 മൊത്തം ടോട്ടൽ എത്രയാ? 3 അല്ലേ. അപ്പോൾ 2/3 എന്ന് എഴുതാം കേട്ടോ. കണ്ടോ? 2/3 എന്ന് എഴുതാം. ദെൻ നോക്കൂ ഇവിടെ ക്വസ്റ്റ്യൻസ്. ഡ്രോ എ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 3 centimeters. മാർക്ക് ഓഫ് 1 centimeter ഫ്രം ദ ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ് ആൻഡ് ജോയിൻ ദം. ഇവിടെ പറഞ്ഞെന്താ? ഒരു സ്ക്വയർ വരയ്ക്കുക. ഓരോ സൈഡും 3 centimeter. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ 3 centimeter ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ചിത്രത്തിലുണ്ട് അല്ലേ. അങ്ങനെ വരച്ചതിന് ശേഷം എന്താണ്? 1 centimeter ലെഫ്റ്റ് നിന്ന് ടോപ്പിലേക്കും ബോട്ടത്തിനും ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 centimeter അല്ലേ. അപ്പോൾ എന്താണ്? ഇങ്ങനെ ജോയിൻ ചെയ്തു. അവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഇത് സ്മോളർ റെക്റ്റാങ്കിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്മോളർ റെക്റ്റാങ്കിൾ ഈ സ്ക്വയറിൻ്റെ എത്ര പാർട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര പാർട്ടാണ് മക്കളെ ഇത്? ഇതിനെന്താണ്? ഇതേപോലെ 1 centimeter അല്ലേ. ഇത് 3 ആണ് അല്ലേ. അപ്പം ഇവിടെ ഒരു 1 കൊടുക്കുക, ഇവിടെ ഒരു 1 കൊടുക്കുക അല്ലേ. അപ്പോൾ ഇത് എത്ര പാർട്സായി? 3 പാർട്സായി അല്ലേ. അപ്പോൾ മൊത്തം 3 പാർട്സാണ് അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്? 1 അല്ലേ. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? 1/3 എന്നാണ് കേട്ടോ. ഇതിന് ആൻസർ 1/3. ഓക്കെ, 1/3 ഇങ്ങനെ എഴുതുക കേട്ടോ. 1/3 എങ്ങനെ ആക്കി മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങോട്ട് 1 centimeter, ഇവിടെ ഇങ്ങോട്ട് 1 centimeter എടുത്ത് ജോയിൻ ചെയ്തു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ജോയിൻ ചെയ്തു ഇതിലേക്ക്. സെയിം ഈക്വൽ പാർട്സ് അല്ലേ. ഇത് 3 centimeter അല്ലേ. അപ്പോൾ 1 ഇത് 2 3 അല്ലേ. അതേപോലെ തന്നെ 1 2 3 അല്ലേ. ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇത് ഈ ഇതാക്കിയിരിക്കുന്നത് സ്മോളർ റെക്റ്റാങ്കിൾ ഈ സ്ക്വയറിന് എത്ര പാർട്ടാന്ന് ചോദിച്ചാൽ എത്ര മൊത്തം എത്ര ഉണ്ട്? 1 2 3 അല്ലേ. 3 ആയിട്ട് അടി എഴുതി. ഇനി എത്ര? ഈ ഇതിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 അല്ലേ. അപ്പോൾ 1/3 എഴുതിട്ടോ. ഇനി എന്താ ലാർജർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ എത്രയാ? വലിയെന്ന് പറഞ്ഞാൽ എന്താ? അത് മൊത്തം വരും അല്ലേ. ഇത് മൊത്തം വലുതാണ് അല്ലേ. അപ്പോൾ വലുത് എത്രയാണ് വരിക? 3 അടിയിൽ എഴുതുക അല്ലേ. 3 അടിയിൽ എഴുതുക. അടിയിൽ എഴുതുക. ഇനി ഈ വലുത് എത്ര പാർട്ടാ? 2 പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ? 2/3 എന്ന് എഴുതാം കേട്ടോ. 2/3 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
കളർ ദ 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. അപ്പൊ എന്താണ് ഈ 1/3 പാർട്ടിനെ റെഡ് ആക്കാനും 1/3 പാർട്ടിനെ റെഡും റെഡ് ആക്കുക. അപ്പോൾ നമുക്ക് എന്താക്കുക, റെഡ് എടുത്തിട്ട് എന്താക്കുക, ഇവിടെ എന്താണ് കളർ ചെയ്യുക. ഓക്കെ, നന്നായി കളർ ചെയ്യുക കേട്ടോ. മൊത്തം കളർ ചെയ്യുക കേട്ടോ. ഇവിടെ ഈ ഇതിന് മാത്രം കേട്ടോ, ഇങ്ങോട്ടേക്ക് കയറിപ്പോയില്ലേ, സോറി. അപ്പോൾ ഇങ്ങോട്ടേക്ക് മൊത്തം എന്താ കളർ ചെയ്യുക. ഇനി എന്താണ് 2/3 പാർട്ടിനെ ഗ്രീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/3 പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രീൻ, ഇതാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ എന്താണ് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ ഇതൊക്കെ ഗ്രീൻ, സോറി ഗ്രീൻ കൊടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ. ഈ ഭാഗത്തിന് എന്താണ് ഇതിനെ ഗ്രീൻ കൊടുക്കുക, ഇതിനെ റെഡും കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈസ് ദർ എനി അതർ വേ ഓഫ് ഡിവൈഡിങ് ദ സ്ക്വയർ ഇൻ ടു 1/3 ആൻഡ് 2/3 പാർട്സ്? ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ സ്ക്വയറിനെ ഈ 1/3 2/3 പാർട്സ് ആക്കാൻ? ഉണ്ട് അല്ലേ. എങ്ങനെ ആക്കാം, നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാം. ഞാൻ വരച്ചു തരാം കേട്ടോ. ഒരു സ്ക്വയർ വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് മുകളിലത്തെ ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്തത്, നമുക്ക് എന്താക്കാം ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക 1 സെൻറ്റിമീറ്റർ അകലത്തിൽ കേട്ടോ. അപ്പോൾ എന്താക്കി ഇങ്ങനെയും കട്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇത് 1/3 ആണ്, ഇത് 2/3 ആണ് അല്ലേ. അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രോ എ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. നിങ്ങൾ എന്താക്കുക, ഇതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നിങ്ങൾ സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, എന്നിട്ട് എന്താക്കുക, ഈ സ്കെയിൽ എടുത്തിട്ട് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, കളർ 2/3 ഓഫ് ഇറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് 1/3 വിത്ത് റെഡ്. അപ്പോൾ എന്താണ് 2/3 ഗ്രീനും 1/3 റെഡും ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2/3 എങ്ങനെ നമുക്ക് 2/3 എങ്ങനെ വരയ്ക്കാൻ പറ്റും, എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2/3 എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ ഇത് നമ്മൾ 3 പാർട്സ് ആക്കി അല്ലേ. അതിലെന്താണ് 2/3 ഓഫ് ഇറ്റ് ഗ്രീൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെന്താണ് 2/3 ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്, 2/3 വരുന്നത് ഏതൊക്കെയാണ് മക്കളെ വരുന്നത്, ഒന്ന് ഈ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്, മൊത്തത്തിൽ എത്ര ഭാഗമാണ് ഇത്, മൊത്തം എത്ര ഉണ്ട്, ഇത് മൊത്തം എത്രയാ 3 എണ്ണം അല്ലേ, 3 എണ്ണം ഉണ്ട് മൊത്തം. ഓക്കെ, മൊത്തം 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രം, ഇത് മാത്രം എടുക്കുകയാണ് ഞാൻ. അപ്പോൾ 1/3 അല്ലേ. ഇതാണ് എന്ത് 1/3 വരുന്നത് കേട്ടോ. അതിനെന്താണ് റെഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ റെഡ് കൊടുക്കേണ്ട ഏതാണ്, ഈ മുകൾ ഭാഗത്തിന് നിങ്ങൾക്ക് എന്താക്കുക റെഡ് കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗം മൊത്തം ഇതാ ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ളതും ഇതൊക്കെ. ഓക്കെ, അതൊക്കെ എന്താണ് റെഡ് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ് 2/3 ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ഇതാ ഇത് നോക്കിയേ 2/3 ഭാഗം എന്താണ് ഗ്രീൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇത് രണ്ട് എത്രയാ, 2 കഷ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 2/, മൊത്തം എത്രയാ 1 2 3 അല്ലേ. അപ്പോൾ 2/3 ഏതാണ്, ഇതാണ് അല്ലേ. ഇത് രണ്ടും കൂടിയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കളർ ചെയ്യാം കേട്ടോ. ഇതൊക്കെ എന്താണ് 2/3 ഭാഗമാണ്. അപ്പോൾ ഇത് റെഡ് എന്താണ് ഗ്രീൻ വെച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പം നിങ്ങൾ നന്നായി എന്താക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് പോകരുത്, പഠിച്ചിട്ട് തന്നെ പോവുക. അതിൻ്റെ ബാക്കിയായിരിക്കും അടുത്ത ഭാഗത്തെടുക്കുക. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.